ജനാധിപത്യം തകർക്കപ്പെടുമ്പോൾ മാധ്യമ സ്വാതന്ത്ര്യം ഇല്ലാതാകുമെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. അധികാരികൾ ഏകാധിപതികളായി മാറുമ്പോൾ അവരെ ഭയം പിടികൂടുമെന്നും അത് തിരുവനന്തപുരത്തും ഡൽഹിയിലും മോസ്കോയിലും ബുഡാപെസ്റ്റിലും ഒരുപോലെ തന്നെയാണെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. എല്ലാ തലമുറകൾക്കും ആവേശമായ അബ്ദുറഹ്മാൻ സാഹിബ് സ്ഥാപിച്ച പത്രത്തിന്റെ ശതാബ്ദി ആഘോഷം 1924 അദ്ദേഹം തുടങ്ങി. 1939 ബ്രിട്ടീഷുകാരിൽ കണ്ടുകിട്ടിയ പത്രം. അദ്ദേഹത്തിന്റെ പോരാട്ടങ്ങൾ മാധ്യമങ്ങളിലൂടെ അല്ലാതെ രാഷ്ട്രീയ നേതാവ് എന്ന നിലയിൽ, പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ, പത്രപ്രവർത്തകനും എഴുത്തുകാരനും എന്നുള്ള നിലയിൽ 47 വയസ്സുവരെ മാത്രം ജീവിച്ച അബ്ദുറഹ്മാൻ സാഹിബ് നടത്തിയ പോരാട്ടങ്ങളുടെ കഥ നമ്മുടെ ഈ തലമുറയ്ക്ക് പോലും ആവേശദായകമാണ് എന്ന് പരാമർശിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് 1924 ആരംഭിച്ച അൽ-അമീൻ പത്രത്തിന്റെ ശതാബ്ദി ആഘോഷത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് മതനിരപേക്ഷ ഭരണത്തിലേക്കുള്ള ഇന്ത്യയുടെ അകലം എന്ന വിഷയത്തിൽ മലപ്പുറത്ത് സംഘടിപ്പിച്ച ദേശീയ സെമിനാർ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഏകാധിപതികൾ എക്കാലവും ഒരു പൊതുശത്രുവിനെ രൂപപ്പെടുത്തും. ഇന്ത്യയിൽ അത് ന്യൂനപക്ഷങ്ങളാണ്. മാധ്യമങ്ങളെ വില കൊടുത്തും വിദ്വേഷ ക്യാമ്പയിൻ പ്രചരിപ്പിച്ചും ഭൂരിപക്ഷത്തെ ന്യൂനപക്ഷങ്ങൾക്ക് എതിരായി തിരിക്കുകയാണ്. അതിനെ ചെറുക്കാൻ എല്ലാവരും ഒരുമിച്ചാൽ മാത്രമേ മതനിരപേക്ഷ രാഷ്ട്രത്തിലേക്ക് തിരിച്ചു പോകാനാകൂ എന്നും വി.ഡി. സതീശൻ പറഞ്ഞു. DCC പ്രസിഡന്റ് വി.എസ്. ജോയ് അധ്യക്ഷത വഹിച്ചു. AP അനിൽകുമാർ MLA, ദി വയർ ചീഫ് എഡിറ്റർ സിദ്ധാർത്ഥ് വരദരാജൻ, ടെലിഗ്രാഫ് എഡിറ്റർ ഇൻചാർജ് R. രാജഗോപാൽ, മീഡിയ വൺ എഡിറ്റർ പ്രമോദ് രാമൻ, ശതാബ്ദി ആഘോഷ സമിതി കൺവീനർ KP നൌഷാദ് അലി, മുതിർന്ന കോൺഗ്രസ് നേതാവ് E. മുഹമ്മദ് കുഞ്ഞി, AP അഹമ്മദ് തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, മലപ്പുറം. അൽ സലാമ ഹൈ ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ.